وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഉദ്യമം കബൂലാക്കുമാറാവട്ടെ. ഇപ്രകാരം ബന്ധുമിത്രാദികളോടൊപ്പം സ്നേഹജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ അഭിമാനമാണ് എന്നതിൽ വിശ്വാസികൾക്ക് യാതൊരുവിധ സന്ദേഹവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഭൗതികവും ആത്മികവുമായി സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുന്ന കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത ഇലാഹി ദർശനമാണ് വിശുദ്ധ മതം. ഇസ്ലാമിൻ്റെ നിർവചനം പറയുന്ന പണ്ഡിതന്മാർ തന്നെയും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്ത് മതത്തെ നിർവചിക്കുന്നത് ഭൗതികവും ആത്മികവുമായി സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്ന ദൈവിക സംവിധാനം വദഉൻ ഇലാഹിയുൻ എന്നാണ്. തങ്ങളുടെ തുഹഫത്തുൽ മുഹ്താജിൻ്റെ 1-ാം വാള്യം 24-ാമത്തെ പേജിലൊക്കെ നമുക്ക് അങ്ങനെയാണ് മതത്തിൻ്റെ നിർവചനം കാണുന്നത്. പക്ഷേ ഖുർആനിൽ വിശുദ്ധ വേദത്തെക്കുറിച്ച് പറയുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ 9-ാമത്തെ വചനത്തിൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഏറ്റവും സമ്പൂർണതയിലേക്ക് നയിക്കുന്നു എന്ന് പരാമർശിക്കുന്നത് കാണാം. ഇതാണ് മതത്തിൻ്റെ നിർവചനം, ഇതാണ് ഖുർആനിൻ്റെ ദൗത്യം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് അതിൻ്റെ ആദർശം, അതിൻ്റെ ആശയം, അതിൻ്റെ പ്രമാണം, അതിൻ്റെ വിശ്വാസ സംഹിതകൾ സുഭദ്രമാണ്, സമ്പൂർണമായും അത് പ്രായോഗികമാണ് എന്നതാണ്. ഇസ്ലാമിൻ്റെ സമഗ്രത, സമ്പൂർണത ഏതെങ്കിലും ഒരു തലത്തെ മാത്രം സ്പർശിക്കുന്നതല്ല. നേരെ മറിച്ച് മനുഷ്യൻ്റെ ഓരോ നിമിഷത്തെയും കർമ്മത്തെയും അവൻ്റെ ഏതേത് പ്രവൃത്തിയുണ്ടോ എല്ലാത്തിനെയും അത് സമ്പൂർണമായി വിശദീകരിക്കുന്നു. ഏതു വിധത്തിലാവണമെന്ന് മനോഹരമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ നമുക്കറിയാവുന്നതുപോലെ സാമൂഹിക ജീവിയാണ്. പലപ്പോഴും പലരോടുമായി ഇടപെടേണ്ടി വരും. കുടുംബം, മക്കൾ, മറ്റു മനുഷ്യർ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പലരോടും നമുക്ക് നിരന്തരമായി ഇടപെടേണ്ടി വരും. സ്വാഭാവികമായും മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടവരും ഉപദ്രവിക്കാൻ പാടില്ലാത്തവരുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ എല്ലാ സമയത്തും വിശുദ്ധനാവണം. പുറമെ അവന് ശാരീരികവും വസ്ത്രം, വീട്, വാഹനം തുടങ്ങി അവനുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലയുണ്ടോ, ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം സമ്പൂർണമായി ശുദ്ധിയായി സൂക്ഷിക്കാൻ മതം നമ്മളോട് കൽപ്പിക്കുന്നു. അത് വ്യക്തിപരമായ ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. സാമൂഹികമായ ബന്ധങ്ങൾ സുദൃഢമാവാൻ ആവശ്യമാണ്. അതോടൊപ്പം അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ മതവുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കർമ്മത്തിലും വിശുദ്ധി ആവശ്യമാണ്. പക്ഷേ ഖുർആനിലും ഹദീസിലും നമുക്ക് ഇത് സംബന്ധിയായി ധാരാളം പരാമർശങ്ങൾ കാണാം. വിശുദ്ധിയെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ശുദ്ധി നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, വീട്, പിന്നെ നമ്മളുടെ പ്രകൃതി, ജലാശയങ്ങൾ, ഇതെല്ലാം ശുദ്ധിയായിരിക്കേണ്ടതും ശുദ്ധിയായിരിക്കാൻ നമ്മളൊക്കെ കൽപ്പിക്കപ്പെട്ടവരുമാണ്. വിശുദ്ധിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആദർശം, നമ്മുടെ മനസ്സ് അവരോടും വിദ്വേഷമില്ലാതെ വിശുദ്ധമാവണം. അസൂയ പോലെയുള്ള കളങ്കങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും സമ്പൂർണരാവണം. വിശ്വാസം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇരു ലോകത്തെയും വിജയത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസം വിശുദ്ധമാവണം, വൃത്തികെട്ടതാവരുത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രകൃതിയെ പോലും ശുദ്ധമായി സംരക്ഷിക്കേണ്ട നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനെ സലീമായി സംരക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം സമ്പൂർണമായ ശുദ്ധിയുടെയും വിശുദ്ധിയുടേതുമാണ്.
മതം അതിന് ധാരാളമായ സ്ഥാനം നൽകുന്നു എന്ന് വിശുദ്ധ വേദവും തിരുഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മണിക്കൂറിലെ ക്ലാസ്സിൽ ഒതുക്കാൻ പറ്റും വിധം ശുഷ്കമല്ല ഇസ്ലാമിൻ്റെ വൃത്തിയുമായുള്ള ഇടപാടുകൾ, അത് സംബന്ധമായ പ്രേരണകൾ. ചിലതൊക്കെ പറഞ്ഞങ്ങോട്ട് തീർക്കാനേ നമുക്ക് പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനിലുടനീളം പരിശോധിച്ചാൽ ഈ വൃത്തിയുമായി ബന്ധപ്പെട്ട നിരവധിയായ സംഗതികൾ കാണാം. പിന്നെ ഈ നവാഫത്ത്, തുഹൂർ എന്ന രീതിയിൽ രണ്ടു വിധം വൃത്തിയുണ്ട്. ഒന്ന് തുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നജസിൽ നിന്ന്, വസ്ത്രം നമ്മൾ നിസ്കരിക്കുന്ന ഭാഗമൊക്കെ നജസിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ തന്നെ പെട്ട രണ്ടാമത്തെ ഒരു സംഗതി നമുക്ക് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നുള്ള മോചനം. നലാഫത്ത് എന്ന് പറഞ്ഞ സത്യത്തിൽ ഇത് ഉൾക്കൊള്ളുമെങ്കിലും അതിനേക്കാൾ വിപുലമായ അർത്ഥമാണ് അതിനുള്ളത്. എല്ലായിടത്തും നല്ല ശുദ്ധമായിരിക്കണം. നജസ് മാറുക എന്നതുകൊണ്ട് മാത്രം നലാഫത്ത് ഉണ്ടാവില്ല, വൃത്തി കൂടെ വരണം. ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ കാറ് ചടഞ്ഞു കിടക്കുന്നു, അതിൽ ധാരാളം അന്യവസ്തുക്കളുണ്ട്, നമ്മൾ കുടിച്ചൊഴിവാക്കിയ വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്, പലപ്പോഴും ചവിട്ടിക്കയറ്റിയിട്ടുള്ള അഴുക്കുണ്ട്, പിന്നെ പൊടി പിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊന്നും നജസല്ല. എന്നാലും നവാഫത്ത് എന്ന് പറയുന്ന ശുദ്ധീകരണത്തിന് ഇത് വിരുദ്ധമാണ്. മനുഷ്യരാണ് നമ്മൾ, ചിന്താശേഷിയുള്ളവരാണ് നമ്മൾ. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സാമൂഹിക ബന്ധം സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. സ്വാഭാവികമായും ആകെ ഈ മാറാല പിടിച്ച് ഈ പൊന്തയും കാടും നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇരച്ച് കയറും വിധം നമ്മുടെ പരിസരം ഇങ്ങനെ പുല്ലും പൊന്തയും മൂടിക്കിടക്കുന്നത് നലാഫത്തിന് വിരുദ്ധമാണ്. പക്ഷെ അത് തുഹൂർ എന്ന് പറയുന്ന നജസ് അല്ലെങ്കിൽ ചെറിയ ശുദ്ധി വലിയ ശുദ്ധി അതുമായി ബന്ധമുള്ളതല്ല. അവൻ നലാഫത്തും ശ്രദ്ധിക്കണം, അതോടൊപ്പം തുഹൂറും ശ്രദ്ധിക്കണം. തുഹൂറിനെ കുറിച്ച് ഖുർആനിൽ പലയിടത്ത് പറയുന്നു. അപ്രകാരം തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധിയാകുന്ന നലാഫത്ത്, ഞാൻ അത് വിസ്തരിച്ച് പറയാനുള്ള സമയപരിധി കൊണ്ടാണ്. നമ്മുടെ വസ്ത്രം സത്യത്തിൽ അഴുക്കൊന്നുമില്ല, മീൻസ് നജസില്ല, മൂത്രമായിട്ടില്ല, ഛർദിച്ചതായിട്ടില്ല, രക്തമായിട്ടില്ല. പക്ഷെ 4-5 ദിവസമായി അതന്നെ ഉപയോഗിക്കുന്നു. നമ്മൾ പലയിടങ്ങളിൽ ചാരിയിരിക്കുന്നു, വേർത്ത് അതിൻ്റെ സ്വാഭാവികമായ ശൈലി മാറിയിട്ടുണ്ട്. മനുഷ്യർക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദുർഗന്ധം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തൊഹൂർ എന്ന് പറയുന്ന പ്രശ്നം ഇപ്പോൾ അവിടെ അല്ല. ഈ ഡ്രസ്സ് എടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം കഷ്ടിച്ച് ശരിയാവൊക്കെ ചെയ്യും. നേരെ വെച്ച് നലാഫത്ത് എന്ന് പറയുന്ന വൃത്തി വെടുപ്പ് പാലിക്കണമെന്ന മതത്തിന്റെ കൽപ്പനയ്ക്ക് അത് വിരുദ്ധമാക്കും. നലാഫത്ത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 3ാമട്ടാണ് ഞാൻ പറയുന്നത്. സാമൂഹിക ജീവിയാണ് മനുഷ്യനെന്ന്. അവൻ ഒറ്റക്കായിട്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, സ്വാഭാവികം എന്നല്ല. പല ഘട്ടങ്ങളിൽ പലരുമായി ബന്ധപ്പെടേണ്ടി വരും. ആ ബന്ധങ്ങളൊക്കെ സുഭദ്രമായി പോകണമെങ്കിൽ, അതൊക്കെ സുഭഗമാവണമെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വൃത്തിയോടൊപ്പം തൊഹൂറിനോടൊപ്പം ഈ നലാഫത്ത് എന്ന് പറയുന്ന ഈ ഒരു വൃത്തി വിശുദ്ധി കൂടെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് മുസ്ലിം യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അപ്പോഴാണ് വിശ്വാസിക്ക് മതം പറയുന്ന ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉടനീളം പരിശോധിച്ച് നോക്കുക. ഈ രണ്ട് ശുദ്ധിയെയും, രണ്ട് ശുദ്ധി പറഞ്ഞാൽ വലിയ ശുദ്ധി ചെറിയ ശുദ്ധി അല്ല കേട്ടോ, വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം നജസിൽ നിന്ന് മാറുക എന്ന് പറയുന്ന, നമ്മുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു ശുദ്ധിയും അങ്ങനത്തെ ശുദ്ധിയല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സ് നന്നായിരിക്കുക, കാറ് നന്നായിരിക്കുക, വീടും പരിസരവും ശുദ്ധിയായിരിക്കുക, കിണറിന്റെ കരയിൽ ഇങ്ങനെ വൃത്തികേട് വരാതിരിക്കുക, അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്ക് ദുർഗന്ധം വരിക, ഇതൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള നലാഫത്ത് എന്നുദ്ദേശിക്കുന്ന വൃത്തിവെടുപ്പ് എന്ന് പറയുന്ന ആ ശുദ്ധിയും കൃത്യമായി പാലിക്കാൻ മതം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജൂതന്മാർ ഒന്ന് ചോദിക്കുന്നുണ്ട്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരി പരിഹസിക്കാൻ വേണ്ടി സഹാബാ കിറാമിനോട്, നിങ്ങളുടെ നബി ഈ ഖലാഇനെ പറ്റിയൊക്കെ പറയുന്നല്ലോ, വിസർജന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നല്ലോ. പരിഹസിക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷെ സഹാബാ കിറാം ആത്മാഭിമാനത്തോടു കൂടെയാണ് പ്രതികരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ നബി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കുളിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഏതൊക്കെ ശരീര വസ്തുക്കളാണ്
കൃത്യമായ ഇടവേളകളിൽ നീക്കിക്കളയേണ്ടതെന്ന് പറയുന്നുണ്ട്. വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകർ എന്ന് അഭിമാനപൂർവ്വം സഹാബാക്കിറ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ശുദ്ധിയുടെ എല്ലാ മാർഗങ്ങളെയും നമ്മൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ടെന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഉടനീളം പരിശോധിച്ച് നോക്കുക, നമുക്ക് ധാരാളമായി സംബന്ധമായി പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ മഹബത്ത് വൃത്തിയുള്ളവരെ ബന്ധിച്ചു നിൽക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 222-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതത്വഖിരീൻ. അള്ളാഹു തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടുന്നു, തൗബ ചെയ്യുന്നവർ. അതൊരു ആന്തരിക വിശുദ്ധിയാണ്. തെറ്റിലൂടെ അങ്ങനെ നടന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ശുദ്ധിയില്ലാതെ നശിച്ചു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വൃത്തികെട്ട നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും തൗബ എന്ന വിശുദ്ധമായ ആത്മിക കർമ്മം വഴി കഴുകി വൃത്തിയാക്കി അത്തായിബ് മിനദ്ദംബി കമല്ലാ ദംബല, കൃത്യമായി തൗബ ചെയ്ത് മടങ്ങുന്നവൻ യാതൊരു തെറ്റുമില്ലാത്തവനെ പോലെയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദർപ്പണം വളരെ വിശുദ്ധമായി പ്രതിഫലിക്കും വിധം, നന്നായിട്ട് തിളങ്ങും വിധം അത് വിശുദ്ധമായി തീരുന്നു. അതിനുള്ള കൃത്യമായൊരു ചടങ്ങാണ്, അതിനുള്ള കൃത്യമായൊരു രീതിയാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ വിശുദ്ധിയാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം വയുഹിബ്ബുൽ മുതത്വഹിരീൻ, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ഏതൊക്കെ ശുദ്ധിയുണ്ടോ, ഞാൻ ആവർത്തിക്കുന്നില്ല. നജസിൽ നിന്ന് ശുദ്ധീകരണം, ചെറിയതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധീകരണം, നജസൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ വസ്തുക്കളെയും മലിനമാക്കും വിധത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം, ഇതെല്ലാം നിർവഹിക്കുന്നവരെ പടച്ച റബ്ബിന് ഏറെ ഇഷ്ടമാകുന്നു. മസ്ജിദുൽ ഖുബായെ കുറിച്ച് നമുക്കറിയാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയെത്തിയപ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ്. അവിടുന്ന് വല്ലാതെ സ്നേഹിച്ചിരുന്നു, ഇടക്കിടക്കൊക്കെ അങ്ങോട്ട് പോവുമായിരുന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബാക്കിറാം കൃത്യമായ ഇടവേളകളിൽ മസ്ജിദുൽ ഖുബായിൽ പോവാറുണ്ടായിരുന്നു. അവിടെയുള്ള വിശ്വാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നത് സൂറത്ത് തൗബയുടെ 108-ാമത്തെ വാക്യത്തിൽ കാണാം, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇതിന്റെ പശ്ചാത്തലം മസ്ജിദുൽ ളിറാർ, ഒരു പ്രത്യേകമായ ഒരു ആരാധനാ കേന്ദ്രം മുനാഫിഖീങ്ങൾ സൃഷ്ടിച്ച് നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്നതാണ്. ആ സമയത്ത് അതിൽ പങ്കെടുക്കരുത് എന്ന് കൃത്യമായി ഖുർആൻ വിലക്കുന്നു. ലാ തഖും ഫീഹി അബദ, ഒരിക്കലും അങ്ങ് അവിടെ പോയി നിസ്കരിക്കരുത്. മസ്ജിദുൻ നുസ്സിസ അല തഖ്വ, ഇത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച വിഘടനത്തിന്റെ പള്ളിയാണ്. എന്നാൽ തഖ്വയിൽ അസ്ഥിവാരം സ്ഥാപിക്കപ്പെട്ട മസ്ജിദുൽ ഖുബ, ഫീഹി റിജാലുൻ, അവിടെ ആരാധന അർപ്പിച്ചുകൊണ്ട് പുരുഷന്മാരുണ്ട്. എന്നിട്ട് പറയാണ്, ആ ആരാധന അർപ്പിക്കുന്ന വിശുദ്ധനായ പുരുഷരുടെ ലക്ഷണം എന്താണ്? അവര് ശുദ്ധിയാവലിനെ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ മസ്ജിദ് ശുദ്ധിയാക്കാനും സ്വയം ആത്മാവും ശരീരവും ശുദ്ധിയാക്കാനും ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരവിടെയുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അവിടെയും പറയുന്നു, അള്ളാഹു ഇങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ നടത്തിയ ഒരു ചർച്ച ഇവിടെ സംഗതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫീഹി റിജാലുൻ, അവിടെ കുറെ പുരുഷരുണ്ട്. ഹുസ്സൂ ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് പുരുഷരെ മാത്രം പറയുന്നത്? ലി അന്നൽ മസ്ജിദ്, ജമാഅത്ത്, പള്ളിയിലുള്ള ജുമാ നിസ്കാരം, ഇതൊന്നും സ്ത്രീകളുടെ നിർബന്ധ കർമ്മമല്ല, അത് പുരുഷരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിരവധി തഫ്സീറുകളിൽ ഈ ആയത്ത് വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഖുർആനിൽ പറയുന്നത് ഫീഹി റിജാലുൻ എന്നാണ്, അവിടെ പുരുഷരുണ്ട്, അവിടെ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഖുർആനിൽ ആണിനെയും പെണ്ണിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുരുഷരുണ്ട് എന്ന് തന്നെ പറയുന്നത് എന്തിനാ? ഹുസ്സൂ ബിദ്ദിക്ർ, എന്തുകൊണ്ട് അവരെ മാത്രം പറഞ്ഞു? പള്ളിയുടെ അവകാശികൾ അവരാകുന്നു. ഇത് ഞാൻ ഈ ആധുനിക കാലത്ത് പ്രത്യേകം പറയേണ്ടത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ഏതോ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ഒറ്റക്ക് പോയി ഞങ്ങൾ 4-5 ദിവസത്തെ ഗംഭീരമായ ടൂറൊക്കെ കഴിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറെ വനിതകളെ കുറിച്ച്, അവരുടെ ഇഷ്ടം. പക്ഷേ പള്ളിയിലേക്ക് ജമാഅത്തിന് പോലും ജുമഅക്ക് പോലും പുറത്തിറങ്ങാതെ വീടിനകത്ത് വിശുദ്ധകളായിരിക്കാനാണ് മതം അടിസ്ഥാനപരമായി അവരോട് പറയുന്നത്.
പിന്നെ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ടാവും, അതിന് പുറത്തിറങ്ങേണ്ടി വരും. ഹജ്ജ് ചെയ്യാൻ പുറത്തു പോകേണ്ടി വരും. ഈ ഹജ്ജ് ചെയ്യാനൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധമായ ഹജ്ജ് ചെയ്യാനാണ് ഒരു സംഘം സ്ത്രീകൾ ഒന്നിച്ചു പോകൽ പറ്റുന്നത്. രണ്ടാമത്തെ ഹജ്ജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉംറ, നിർബന്ധമല്ലാത്ത അത്തരം കർമ്മങ്ങൾ, അതൊരു സംഘം സ്ത്രീകളോടൊപ്പം പോകുക എന്ന് പറഞ്ഞാൽ അതുപോലും മതം അനുവദിക്കാത്തതാണ്. നേരെ വെച്ച് മഹറമായ ആള് കൂടെ വേണം അത്തരം കർമ്മങ്ങളിൽ. ഒന്നുകിൽ ഭർത്താവ് വേണം, മകൻ വേണം, പിതാവ് വേണം. മഹറം ഉണ്ടെങ്കിലാണ് നിർബന്ധമല്ലാത്ത ഹജ്ജ് ഉംറ കർമ്മങ്ങൾ സ്ത്രീകൾക്ക് പറ്റുള്ളൂ. ഇടക്കിടക്കിടക്ക് ഉംറക്ക് പോവുക, അതൊരു ആഘോഷമാക്കുക, അതൊരു ടൂർ പരിപാടിയാക്കുക. പോകുന്നിടത്തുനിന്നൊക്കെ റീൽസ് നിർമ്മിക്കുക. കഅബയെ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പകരം ഞങ്ങൾ ആദ്യമായിട്ട് കഅബ കാണുന്നു എന്നും പറഞ്ഞിട്ട് റീലുണ്ടാക്കുക. ഇതാണ് ഞങ്ങളുടെ വിമാനം എന്ന് പറയാം, ഇതാണ് ഞങ്ങളുടെ വിമാനത്തിന്റെ ഡോറ് എന്ന് പറയാം, ഇതേ ഇരിക്കണ ഞങ്ങളുടെ അമീർ ഉസ്താദ് ഫുൾ ആക്റ്റീവാന്നും പറഞ്ഞിട്ട് ആളെ ചിത്രീകരിക്കുക. ഇതിനൊക്കെ വേണ്ടി ഉംറക്ക് പോവുക. നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ദീൻ ഉദ്ദേശിച്ച ആഖിറം ഉദ്ദേശിച്ചാണെങ്കിൽ മതം പറഞ്ഞത് സ്വീകരിക്കുക എന്നതാണ് ആണിനും പെണ്ണിനും ബാധ്യത. ആണിന് കുറേ വിലക്കുകളുണ്ട്. സ്വർണം കെട്ടി നടക്കാൻ പറ്റും. എന്തിനധികം ഈ ഒരു മോതിരമല്ലാതെ ഒരു വെള്ളിയുടെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. പട്ടെടുക്കാൻ പറ്റുമോ? ഇല്ല. മൈലാഞ്ചി ഇടാൻ പറ്റുമോ? പറ്റൂല. ആണിന് കുറേ വിലക്കുകളുണ്ട്. അപ്രകാരം സ്ത്രീകൾക്കും അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ദീനീപരമായ ഉദ്ഗ്രഥനത്തിനും വേണ്ടി ചില വിലക്കുകൾ മതം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. വീടിനകത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതെ വീടിനകത്ത് സുരക്ഷിതമായിരിക്കലാണ് സ്ത്രീ ചെയ്യേണ്ടത്. ഇതാണ് മതം. ആയിഷ ബി റളിയല്ലാഹു അൻഹ എവിടെ താമസിച്ചത്? മക്കത്തും മദീനത്തും അല്ലെ? എത്ര ഹജ്ജ് ഉംറയും ചെയ്തിട്ടുണ്ട്? കണക്കൊന്നെടുക്കണം. എത്ര ഹജ്ജ് ഉംറയും ചെയ്തിട്ടുണ്ട്? ഇടക്കിടക്കിടക്ക് പോണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. മസ്അല പ്രകാരം അത് സാധുവാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹറമായ ആരെങ്കിലും കൂടെ വേണം. വാജിബായ ഹജ്ജിനും ഉംറക്കുവാണെങ്കിൽ ഒരു സംഘം, ഒരു ധൈര്യം വരും വിധത്തിലുള്ള ഒരു സംഘം സ്ത്രീകളോടൊപ്പം പോകാൻ പറ്റും. ഇത് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മാവും വിശുദ്ധമാവണം, ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വിശുദ്ധമാവണം. എന്തായാലും സൂറത്തു തൗബയുടെ 108-ാമത്തെ ആയത്തിൽ പള്ളിയെക്കുറിച്ച് പറയുന്നിടത്ത് പുരുഷന്മാരെ പ്രത്യേകമാക്കി പറയുന്നു. അത് അങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ട് പോയിരിക്കുകയല്ല നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ. എന്തുകൊണ്ട് പുരുഷരെ പറഞ്ഞു? അവരാണ് പള്ളിയുടെ അവകാശികൾ എന്ന് കൃത്യമായി അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ഈ പുണ്യൊന്നും വേണ്ടേ? വീട്ടിനകത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവർക്ക് കിട്ടും. കാരണം ഉമ്മു മുഅ്മിനീൻ സഅദിയ്യ റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത റസൂലിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാനൊരു സംഘം സ്ത്രീകളുടെ പ്രതിനിധിയായാണ് വന്നത്, എൻ്റെ സ്വന്തം അഭിപ്രായം പറയാനല്ല, അങ്ങയോടൊപ്പം മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ഞങ്ങൾക്ക് ജമാഅത്തിന് ജുമഅക്ക് താല്പര്യമുണ്ട് എന്ന് വളരെയേറെ ആവേശത്തോടു കൂടി മുത്ത് റസൂലിനെ അറിയിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. നല്ല താല്പര്യം, നല്ല ആവേശം ദീനീപരമായി. പക്ഷെ ദീനീപരമായുള്ള ഗുണാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം പറയാം, അങ്ങയുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഡൈനിങ് ഹാളിൽ വെച്ച് നിസ്കരിക്കുന്നത്. അവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കോമണായ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത്. അവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വകാര്യമായി താങ്കൾ മാത്രം ഉപയോഗിക്കുന്ന വീട്ടിൻ്റെ ഉള്ളിലുള്ള സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത്. ആ സിറ്റൗട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് എൻ്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഇത് ഉമ്മു മുഅ്മിനീൻ സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടൊന്നുമല്ല. മസ്ജിദുൻ നബവിയേക്കാൾ ശ്രേഷ്ഠത ആ വീടിനുള്ളത് കൊണ്ടൊന്നുമല്ല. നേരെ മറിച്ച് സ്ത്രീയുടെ ആത്മാർത്ഥമായ പ്രവർത്തന മണ്ഡലം വീടും പരിസരവുമാകയാൽ അവിടെ വെച്ച് ആരാധന അർപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ്. അത് എന്നത്തെ കാലത്തും ആ സ്ത്രീക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മുതൽ അല്ലാഹുവിന്റെ റസൂലോരുടെ ബന്ധപ്പെട്ട ഭാര്യമാർ, പെൺകുട്ടികൾ, അവരുടെ സേവികമാർ ആരും പള്ളിയിൽ പോയിട്ടില്ലെന്ന് അവിടുന്ന് ഇഖ്തിലാഫുൽ ഹദീസിൽ പറയുന്നത്. പിൽക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും, ആധുനിക കാലത്ത് സൗദിയിലൊക്കെ ജീവിച്ച അൽബാനിയെ പോലുള്ളവർ, ഇബ്നു ബാസിനെ പോലുള്ളവർ, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ളവർ,
ആധുനിക കാലത്ത് ജീവിക്കുന്ന ഇന്നത്തെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിദ്വത്ത് പ്രസ്ഥാനക്കാരും വലിയ പണ്ഡിതന്മാരായി ആദരിക്കുന്നവർ, അവരുടെ പാണ്ഡിത്യത്തെ വിലയിരുത്തലല്ല എൻ്റെ ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. അവരൊക്കെയും പറയുന്നത് മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയിൽ പോലും നിസ്കരിക്കാതെ റൂമിൻ്റെ അകത്ത്, വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കലാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. പിന്നെ പലപ്പോഴും ഈ തവാഫിൻ്റെ സമയത്തൊക്കെ നിസ്കാരം വരുമ്പോൾ അവർ പെണ്ണുങ്ങളെ മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി ആണുങ്ങളിടയിൽ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ പ്രത്യേകം പിടിച്ചുകൊണ്ടോ ആ മൂലക്കാക്കി പ്രത്യേകമായി കയറൊക്കെ കെട്ടി സേഫാക്കി അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കാറുണ്ട്, നിവൃത്തികേട് കൊണ്ട്. ഞാൻ സൂചിപ്പിക്കുകയാണ്, ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നിടത്ത്, പള്ളിയെക്കുറിച്ച് പറയുന്നിടത്ത് പുരുഷന്മാരെ മാത്രം പറയുന്ന ഖുർആൻ അത് എന്തുകൊണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഈമാനിൽ, ഇസ്ലാമിൽ താല്പര്യമുള്ളവരൊക്കെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഖുർആൻ പിന്നെയും പറയുന്നുണ്ട് ഇത് സംബന്ധമായി. നമ്മുടെ വസ്ത്രം ശുദ്ധീകരിക്കാൻ, അല്ലെ? സൂറത്ത് മുദ്ദസിർ തുടങ്ങുന്നത് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ വീട്ടിലിരിക്കരുത്, പുറത്തിറങ്ങണം, ദഅവത്ത് നടത്തണം, വസ്ത്രം ശുദ്ധീകരിക്കണം. നോക്കുങ്ങൾ, അതായത് വീട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് പുതപ്പ് മൂടി കിടക്കുന്നവരായിട്ടുള്ള റസൂലേ എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട ആ ആദ്യാനുഭവത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ രീതിയിൽ പനി പിടിക്കുന്നുണ്ട്. അവിടുന്ന് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പുതപ്പിട്ട് മൂടാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ അവതരിച്ച ഒരു സൂക്തം, അതുകൊണ്ട് ഖും, എഴുന്നേൽക്കുക, ഫഅൻദിർ, ഈ സമൂഹത്തെ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കുക, വറബ്ബക ഫകബ്ബിർ, അങ്ങയുടെ റബ്ബിന്റെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക, പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുക, വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രം ശുദ്ധീകരിക്കുക. കാരണം മനുഷ്യരുടെക്ക് ദഅവത്തിന് പോവുകയാണ്. അപ്പോൾ വസ്ത്രം ശുദ്ധീകരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ നമ്മളെ നിസ്കാരം ശരിയാവണമെങ്കിൽ, അതുപോലെയുള്ള ചില ആരാധനകൾ, ഖുർആൻ ചുമക്കൽ പോലെയുള്ള സംഗതികൾ, തവാഫ് പോലെയുള്ളത് ശരിയാവണമെങ്കിൽ ഒളു ആകുന്ന ശുദ്ധി വേണമെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. സൂറത്ത് മാഇദയുടെ 6-ാമത്തെ ആയത്തിൽ ഇദാ ഖുംതും ഇല സ്വലാത്തി, നിസ്കാരം ആഗ്രഹിച്ചാൽ, നിസ്കാരം വിചാരിച്ചാൽ ഫഗ്സിലു എന്നും പറഞ്ഞിട്ട് ഒളുവിന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര വിശുദ്ധമാണ് ആ സംഗതി. ശരീരത്തിൽ പൊതുവെ പൊടി പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗത്തേക്കും ശുദ്ധീകരണം വരുന്നു. ഷർട്ടിടുമ്പോൾ ഏകദേശം ഈ ഭാഗമൊക്കെ മറിഞ്ഞിരിക്കും, അല്ലേ? പിന്നെ ഡ്രസ്സ്, തുണി, മുണ്ടെടുക്കും മനുഷ്യന്മാർ, അല്ലെങ്കിൽ പാൻസ് ഇടും. അതുകൊണ്ട് ഏകദേശം ഞെരിയാണി വരെയും അവിടെ പൊടിപടലങ്ങളിൽ നിന്നും മറ്റും സുരക്ഷിതമായിരിക്കും. തുറന്നിടുന്ന മേഖലകളിലൊക്കെ ഒതു സ്പർശിക്കുന്നു. ആദ്യമായി നമ്മൾ കൈ കഴുകുന്നു. അതിന്റെ ശാസ്ത്രീയത ആലോചിച്ച് നോക്കൂ. കൈ കഴുകണം, എന്നിട്ടേ വായിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം കയ്യിലുള്ള വായിലേക്ക് എത്താൻ പാടില്ല. നമ്മുടെ വെള്ളം സ്മെല്ല് മാറാൻ പാടില്ല, ടേസ്റ്റ് മാറാൻ പാടില്ല, കളറ് മാറാൻ പാടില്ല. അതുകൊണ്ട് ഐച്ഛികമായ 3 കർമ്മങ്ങൾ ഇത് പരിശോധിക്കാൻ പറ്റും വിധം വുളൂഇൽ ആരംഭത്തിൽ മതം പഠിപ്പിക്കുന്നു. നിർബന്ധം നമുക്കറിയാം, നിയത്ത് വെച്ച് മുഖം കഴുകലാണ്. പക്ഷെ അതിന്റെ മുമ്പ് സുന്നത്തായിട്ട് നമ്മൾ കൈ കഴുകണം. വെള്ളം കളറ് മാറിയിട്ടുണ്ടോന്ന് അറിയും കയ്യിലെടുക്കുമ്പോൾ. മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റിക്കളയണം, സ്മെല്ല് മാറിയിട്ടുണ്ടോന്നറിയും. വായിൽ വെള്ളം കൊപ്പിളിക്കണം, ടേസ്റ്റ് മാറിയോന്നറിയും. ഈ 3 പരീക്ഷണം ഐച്ഛികമായി സുന്നത്തായി വെച്ചിട്ടാണ്, ഇത്രയൊക്കെ ശുദ്ധിയുള്ള വെള്ളാണെന്ന് ബോധ്യപ്പെട്ട് പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് ഫർളായ മുഖം കഴുകൽ വേണ്ടത്. കൈ കഴുകൽ, ഉരച്ച് കഴുകൽ നിർബന്ധമാണ് ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിൽ. നമുക്കത് പാലിച്ച് ഒരതി തന്നെ കഴുകൽ സുന്നത്താണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു സൂക്ഷ്മമായ തലത്തിൽ വെള്ളം സ്പർശിക്കാതിരുന്നാൽ ഒന്നും ശരിയാവില്ല. അപ്പൊ അவ்விധം എന്തായാലും ഒരതണം, കഴുകണം. അപ്പൊ എല്ലാ അഴുക്കും പോവാണ്. അത് കഴിഞ്ഞ് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റാണ് വേണ്ടത്. ഇങ്ങനെ തൊട്ടാൽ ഏകദേശം അതിന്റെ ഒരു ആ കൽപ്പന പാലിച്ചു എന്നുള്ളൊരു സായുജ്യം കിട്ടുള്ളൂ. മൂക്കിലേക്ക് വെള്ളം കയറ്റണം, ചീറ്റിക്കളയണം, നസ്യം ചെയ്യാന്ന് പറയും ആയുർവേദത്തിന്റെ ഭാഷയിൽ. നിർബന്ധമായും 5 നേരം 3 വീതം നസ്യം ചെയ്യുന്ന ഒരാൾക്ക് ഈ ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ മൂക്കിലിങ്ങനെ തൊട്ട് എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു ഗുണം പലർക്കും കിട്ടിയെന്ന് വരില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ വെള്ളം എടുക്കൽ സ്പെഷ്യൽ സുന്നത്താണ്. നമ്മളിങ്ങനെ വായിൽ വെള്ളം കഴുകണം, മൂക്ക് തൊടുക എന്നുള്ളതിനപ്പുറം
ഇതിനു വേണ്ടി തന്നെ വെള്ളം എടുത്തിട്ട് മൂക്കിലേക്ക് കയറ്റുക, ചീറ്റി കളയുക, ഇത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, വായിലുള്ള എല്ലാ വേസ്റ്റും കളയാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്മെല്ലടക്കെല്ലാം. സത്യത്തിൽ ഇതൊക്കെ വിശാലമായി വിസ്തരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്തു വരണം. അല്ലെങ്കിലും പള്ളിയോടനുബന്ധിച്ച് ഹൗദ് പിൽക്കാലത്തെ നിർമ്മിതിയാണ്. വീട്ടിൽ നിന്ന് ഒതെടുത്ത് വരലാണ് ഏറ്റവും പുണ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ സമ്പൂർണ്ണമായ ഒളു വീട്ടിൽ നിന്ന് എടുത്തു, നടന്നു പള്ളിയിലേക്ക് പോയി, ലിയഖ്ദിയ ഫരീളത്തൻ മിൻ ഫറായിദില്ലാഹി, ഏതെങ്കിലും ഒരു ഫർള് നിസ്കരിച്ചു. അങ്ങനെ വന്നാൽ ഓരോ സ്റ്റെപ്പിനും അവന്റെ പാപം പൊഴിയും, മടങ്ങുന്ന ഓരോ സ്റ്റെപ്പിനും സ്വർഗത്തിൽ അവന്റെ പദവി കൂടും. ഓരോ സ്റ്റെപ്പിനും പാപം പൊഴിയാനും മടക്കത്തിലുള്ള ഓരോ സ്റ്റെപ്പിനും സ്വർഗത്തിൽ പദവി കൂടാനും മുത്തറസൂൽ 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന്, സമ്പൂർണമായ ഒളു എടുത്തായിരിക്കണം യാത്ര. അപ്പൊ നമുക്ക് ഷർട്ടൊക്കെ ഇടുന്നതിന്റെ മുമ്പ് ഏകദേശം എത്രയൊക്കെ കഴുകിയിട്ട്, നീട്ടിക്കഴുകൽ വളരെ പ്രധാനമാണല്ലോ, അതിന് പറ്റും. എന്നുവെച്ച് പള്ളിയിൽ വന്നിട്ട് ഒതെടുക്കാൻ നിൽക്കുമ്പോൾ ഇത്തിരിക്ക് കഷ്ടിച്ചേ ഷർട്ട് എടുത്തുള്ളൂ, എത്ര തിരികെ വലിച്ചു കയറ്റിയാലും. അപ്പൊ ജസ്റ്റ് സ്കെയിൽ വെച്ച് കഴുകണത് പോലൊക്കെ ആവും. ഒരു ചെറിയ പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സാധുതയെ അത് ബാധിക്കും. പള്ളിയിൽ വന്നിട്ട് പിന്നെ ഫുള്ള് ഷർട്ടൊക്കെ അടിച്ചിട്ട് കഴുകാൻ പറ്റുമോ? അത് അതിൻ്റെതായ ബോറല്ലേ. അപ്പൊ വീട്ടിൽ വെച്ചായിരിക്കണം നന്നായിട്ട് ഒതു കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്രക്ക് കഴുകാൻ പറ്റും, മുഖം മുഴുവനായിട്ട് കഴുകാൻ പറ്റും. മുഴുവൻ കഴുകൽ നിർബന്ധമാണ്, കയറ്റി കഴുകൽ സുന്നത്തുമാണ്. ഇന്ന ഉമ്മത്തി യുദ്ഉന യൗമൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിനെ ഖിയാമത്ത് നാളിൽ എഴുന്നള്ളിക്കപ്പെടുന്നത്, ക്ഷണിക്കപ്പെടുന്നത് ഹുറം മുഹ്ജിലീൻ, കൈകാലുകൾ വെളുത്തവരായ നിലയിലാണ്. എൻ്റെ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കൂട്ടങ്ങനെ ലിവാഉൽ ഹംദിന്റെ പിറകെ ചെല്ലുമ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റു പ്രവാചകന്മാർ ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കും, ഏതാ സംഘം വരുന്നതെന്ന്. പ്രകാശം പൊഴിക്കുന്നൊരു സമൂഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കീഴിൽ ഇങ്ങനെ ചെല്ലും. അല്ലാഹുവിന്റെ റസൂൽ ഒരു അഭിമാനത്തിന്റെ തുങ്കതയിൽ വിരാജിക്കുന്ന സന്ദർഭം. സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മുത്തറസൂൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞ രംഗം. ആ ഒരു വലിയ സായുജ്യത്തിന്റെ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു പറയാണ്, ഇന്ന ഉമ്മത്തി യുദ്ഉൻ, എൻ്റെ ഉമ്മത്തിനെ ക്ഷണിക്കപ്പെടുന്നത്, എഴുന്നള്ളിക്കപ്പെടുന്നത് യൗമൽ ഖിയാമത്തിൽ ഹുറം മുജ്ലിൻ, കൈകാലുകൾ വെളുത്തവരായ നിലയിലാണ്. അതുകൊണ്ട് ഫമനിസ്തതാഅ മിൻകും, ആർക്ക് സൗകര്യപ്പെടുന്നു, അയ്യത്തീല ഹുറത്ത, മുഖവും കൈകാലും ഒക്കെ നീട്ടിക്കഴുകാൻ ആർക്കാ കഴിയുന്നത്, ഫലഫഅൽ, അവനത് ചെയ്യട്ടെ എന്ന്. അപ്പൊ സമ്പൂർണമായി മുഖം, കൈ, കാൽ ഒക്കെ കഴുകിയിട്ട് പാൻസൊക്കെ ഇട്ട് മേലക്ക് ഇങ്ങനെ കയറ്റിയാൽ എത്ര കയറും? ആ ഞെരേണ്ട അവിടുന്ന് ഇത്തിരി കയറുമായിരിക്കും. പക്ഷെ ആ കണങ്കാലൊക്കെ കഴുകൽ സുന്നത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നാണ് ഒളു എടുക്കേണ്ടത്, കൃത്യമായ രീതിയിൽ എടുത്തിട്ട് വരണം. ആ പള്ളിയിൽ വലിയൊരു ലാഭം കിട്ടും. ഒരു പള്ളിയിലേക്ക് ദിവസം വരുന്ന അല്ലെങ്കിൽ ഒരു ജുമഅക്ക് വരുന്ന ആളുകളെല്ലാവരും വീട്ടിൽ നിന്ന് ഒതെടുത്ത് വന്നാൽ, അല്ല അടിയന്തര കാര്യത്തിൽ മൂത്രമൊക്കെ ഒഴിച്ച് ഒന്ന് മുറിയാണേൽ അപ്പെടുക്കാനുള്ള ചെറിയ സംവിധാനങ്ങളെ ഉള്ളൂ പള്ളിയിൽ, അല്ലെങ്കിൽ അതേ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ ആ പള്ളിയിൽ കറണ്ട് എത്ര ലാഭം കിട്ടും, എത്ര വെള്ളം ലാഭം കിട്ടും. ടൗൺ പള്ളികളിലൊക്കെ വലിയ ഒരു വിഷമാണ് ജല ദൗർലഭ്യം. എത്ര ലാഭം കിട്ടും. അതോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ പുണ്യവും കിട്ടും. ഒളുവിന്റെ കാര്യത്തെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിസ്തരിച്ചു പറയുന്നത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്രകാരം തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഈ ആന്തരികമായ ശുദ്ധിയെ കുറിച്ച് പ്രത്യേകം പറയുന്നു. ബാഹ്യമായ ശുദ്ധിയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. കുളിക്കൽ, ഒളു എടുക്കൽ, കുളിക്കലിന്റെ നിബന്ധനകളൊക്കെ പറയാൻ നമുക്ക് സമയമല്ല കേട്ടോ. കൃത്യമായ രീതിയിൽ, വളരെ ശാസ്ത്രീയമായ രീതിയിൽ മതം കുളി പഠിപ്പിക്കുന്നുണ്ട്. അതോടെ കിടക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ആന്തരികമായ ശുദ്ധീകരണത്തെ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്ത് വയുത്ഹിറുക്കും തത്ഹീറ. സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ ആയത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വഖർന ഫീ ബുയൂത്തികുന്നന്റെ ബാക്കിയാണിത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആത്മീകമായി വിശുദ്ധീകരിക്കാനാണ്. അഹ്ലുൽ ബൈത്ത് പ്രത്യേകിച്ചും, സാദാത്യങ്ങൾ പ്രത്യേകിച്ചും, സയ്യിദുമാർ പ്രത്യേകിച്ചും, സാദാത്തുകൾ പ്രത്യേകിച്ചും, ബീവിമാർ വളരെ കൂടുതൽ ശ്രദ്ധയോടുകൂടെയും നിർവഹിക്കേണ്ട ഒരു കാര്യം ആന്തരികമായ വിശുദ്ധീകരണമാണ്.
അപ്പൊ സമൂഹത്തിൽ ഉന്നതന്മാർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ സമൂഹം തെറ്റിദ്ധരിച്ചു പോകും, അതിൽ വീണുപോകും. വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു സയ്യിദിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നു, പദതൂറ്റലും വാണംപുടലും ഡാൻസും എല്ലാവിധ കൂത്തരങ്ങും താഴമ്പകയും ശൃംഗാരിമേളവും. സ്വാഭാവികമായും മതം പഠിക്കൽ ഇത്തരം നേതൃത്വത്തെ നോക്കി മാത്രം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് വിളിച്ചപ്പോ ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞൊരു സഹോദരൻ, അവന്റെ നിഷ്കപടത കൊണ്ട്. ഞാൻ പറഞ്ഞു ചെറിയൊരു പാട്ടോ, ആര് വല്ല വെറുതൊക്കെയാണ്? അതൊന്നുമല്ല, കുറച്ച് പരിസരത്തൊക്കെ ഉള്ള ഈ പൊതുപാട്ടുകാരെ മീൻസ് ഗാനമേളക്കാരെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കല്യാണം നടത്താം. അപ്പൊ എന്നോട് പറയാണ്, ഇന്നെ തങ്ങന്മാരോടുണ്ടായില്ലേ, അങ്ങനൊന്നും ഇപ്പൊ ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ, കാരണം അതൊക്കെ വലിയ കോസ്റ്റ്ലി അല്ലേ, എന്നാലും ഒരു കല്യാണമൊക്കെ അല്ല, ചെറിയ രീതിയിലൊക്കെ വേണ്ടേ എന്നാണ്. ഈ സമൂഹം തോറ്റുപോകും വലിയ വലിയ ആൾക്കാർ വൃത്തികേട് ചെയ്താൽ, അവരുടെ പ്രവൃത്തിയിലും അവരുടെ കല്യാണത്തിലും വിശുദ്ധി പാലിക്കാതിരുന്നാൽ. ഹ്രസ്വമായ രീതിയിൽ കല്യാണം നടത്താൻ സാധിക്കുമ്പോഴും മാന്യമായ രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് കല്യാണം നടത്താൻ പറ്റുമ്പോഴും ഹറാമിനെ പൂർണ്ണമായി മാറ്റി നിർത്തി നമ്മുടെ മോൻ്റെയോ മോളുടെയോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിങ്ങിൻ്റെ ഡേ മതപരമാക്കാൻ സാധിക്കുമ്പോഴും ആഘോഷം നടത്തിയിട്ട് ആളാവാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഏതെങ്കിലും രീതിയിൽ ഉന്നത സ്ഥാനത്തുള്ളവരാണെങ്കിൽ അനുയായികളുടെ പാപം കൂടെ അവർ പേറേണ്ടി വരും. ആ തറവാട്ടിലെ തങ്ങന്മാരെ തറവാട്ടിലുണ്ടായതുപോലെ ഒന്നും ഇപ്പോൾ നമുക്ക് നടത്താൻ പറ്റില്ല, അതൊക്കെ വലിയ കോസ്റ്റ്ലി അല്ലേ, നമുക്ക് കഴിയൂലല്ലോ. എന്നാലും ചെറിയ മട്ടത്തിലൊക്കെ ഒരു ഗാനമേള അല്ലെങ്കിൽ പിന്നെന്ത് കല്യാണം എന്ന് പാവപ്പെട്ട മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കും വിധത്തിൽ നേതാക്കൾ ആർഭാട വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അവർക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി, സാധുക്കൾക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ നൽകും. അതിഹിം ലഅഫൈന മിനൽ അദാബ് എന്ന് പറയുന്ന രംഗം ഖുർആൻ വളരെ സ്തോഭജനകമായി ഉദ്ധരിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെ റുഅസാഇന്, നേതാക്കൾക്ക്, നേതൃത്വത്തിന് ഞങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി കൊടുക്കണമെന്ന് പാവപ്പെട്ട അനുയായികൾ വിലപിക്കുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനിൽ. അപ്പൊ എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധി മതം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് നീങ്ങിയാലോ, അത്വഹൂറു ശത്റുൽ ഈമാൻ, എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ സാരസമ്പൂർണമായ ഒരു വചനദ്വയം. അത്വഹൂറു ശത്റുൽ ഈമാൻ, രണ്ട് പദയിലുള്ളത്, രണ്ട് വാക്യം. ശുദ്ധി, തുഹൂർ, തഹൂർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഉപകരണം വെള്ളം, മണ്ണ് പോലത്തെ സംഭവങ്ങളാണ്. തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. നിസ്ഫുൽ ഈമാൻ, അത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാകുന്നു. 2-3 തലത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, വിശ്വാസി എപ്പോഴും വിശുദ്ധനായിരിക്കണം. അവനെ കൊണ്ട് ആർക്കുമേ ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അവന്റെ മനസ്സും ശരീരവും വസ്ത്രവും വാഹനവും വീടും പരിസരവും അവൻ ഇടപെടുന്ന എല്ലായിടവും ശുദ്ധിയായിരിക്കണം. അപ്പോഴേ സമ്പൂർണ്ണ മുഅ്മിനായിട്ട് അവൻ മാറുള്ളൂ. അപ്പോഴേ സമ്പൂർണ്ണ മുഅ്മിനായി മാറുള്ളൂ. അലക്കാതെ കുളിക്കാതെ ഇങ്ങനെ നടക്കൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുസ്സഹമാണ്. അതൊരു സ്വഭാവമായി കഴിഞ്ഞ ചില ആളുകൾക്ക് അതൊരു വലിയ സംഗതിയായിട്ട് മാറും. ശരീരമാസകലം വൃത്തികേട് വാരിത്തേച്ച് കാണുമ്പോഴേ അറപ്പ് വരും വിധം വന്ന താടി രോമങ്ങളും തലയിലെ രോമങ്ങളും ഒക്കെ ഇങ്ങനെ ജട പിടിച്ച് ഈ മുരിങ്ങാക്കായ പോലെയായി പാമ്പുഴുത്ത് ഭയങ്കരമായി അടുത്തിലൂടെയാണ് പോയിട്ടുണ്ടെങ്കിൽ ഈ എല്ലുവണ്ടി പോയ പ്രതീതിയൊക്കെ ഉണ്ടാകുന്ന ഡ്രസ്സൊക്കെ ധരിച്ച്, ഇതല്ല വിശ്വാസി. ഈമാൻ അല്ലെങ്കിൽ ശത്രുൽ ഈമാൻ, രണ്ടുപേരെ അർത്ഥം. അപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഭയങ്കരമായി ഉപദ്രവം ഉണ്ടാവും വിധത്തിൽ സ്മെല്ല് വരാൻ പാടുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഈ കറുത്ത ഡ്രസ്സൊക്കെ ധരിക്കുന്നവർക്ക് അതിൽ അഴുക്കായത് അങ്ങനെ കാണൂല. അപ്പൊ 2 വട്ടം 3 വട്ടം 4 വട്ടമൊക്കെ ഉപയോഗിക്കും. ഒരു വട്ടം ഉപയോഗിച്ച് വേർത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ട് പിന്നെ അതെടുത്ത് പോകുമ്പോൾ സ്ഥിരം ശീലമാകുന്നത് കൊണ്ട് അവർക്കത് അത്രമേൽ പ്രതിഫലിച്ചോളണം എന്നില്ല. പക്ഷെ ബസ്സിൽ പൊതു ഇടങ്ങളിലൂടെ ഒക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ മൂക്ക് കൊത്തുക നിർത്തിയിട്ടായിരിക്കും പലരും സഹിക്കുക. വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഈ എല്ലുപൊടിയൊക്കെ കയറ്റിയ വണ്ടി പോകുന്നത് പോലുള്ളൊരു സ്മെല്ല് ഒരു മനുഷ്യനോട് പോയാൽ ആരാധന അനുകൂലിച്ചോ സന്തോഷിച്ചോ ആസ്വദിക്കുക? ഒരിക്കലുമില്ല. നമ്മുടെ ശരീരം ശുദ്ധിയാവുന്നതനുസരിച്ച് ബുദ്ധി കൂടുമെന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ ഗിരിശൃംഗത്തിലേറിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. മൻ അളിഫ സൗബഹു സാദ അഖ്ലുഹു.
ഒരുത്തന്റെ ഡ്രസ്സ്, അവന്റെ ശരീരം ശുദ്ധമാണോ അവന്റെ ബുദ്ധി കൂടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ബുദ്ധി കൂടുക? നല്ല സ്മെല്ലും നല്ല പശ്ചാത്തലമാണെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും കൂടുതലായി ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടേയിരിക്കും. ഓക്സിജൻ കൂടുതൽ കയറും. തലച്ചോറിന് ആവശ്യമായ രീതിയിൽ എല്ലാ സെല്ലും പ്രവർത്തിക്കാൻ പറ്റും വിധം ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടാവും. നേരെ മറിച്ച് വൃത്തികെട്ട സ്മെല്ലാണെങ്കിലോ നമ്മൾ തന്നെയും കഷ്ടിച്ച് ശ്വാസം വലിക്കുള്ളൂ. നല്ല വൃത്തികെട്ടൊരു സ്മെല്ലുള്ളിടത്തൂടെ നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായി നമ്മുടെ പരിണിതി? പരമാവധി ശ്വാസം എടുക്കാതിരിക്കും. എന്നിട്ട് ശ്വാസം മുട്ടണ ഒരവസ്ഥ വരുമ്പോൾ കുറച്ചെടുത്തിട്ട് പിന്നെയും ശ്വാസം പിടിച്ചുകൊണ്ട് അങ്ങനെ പോകും. അപ്പൊ ആവശ്യാനുസരണം ഓക്സിജൻ തലച്ചോറിലേക്ക് വരൂല. നേരെ വെച്ച് നല്ല സ്മെല്ലാണെങ്കിലോ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു ഒരു മുല്ലപ്പൂവിന്റെ തോട്ടത്തിലൂടെ ഇങ്ങനെ പോവാണ്, നന്നായിട്ട് അതിന്റെ സ്മെല്ല് വരുന്നു. നമ്മൾ പരമാവധി ശ്വാസം വലിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യാനുസരണം അതിലേറെയും നമ്മുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ വരും. ഓരോ സെല്ലും കൃത്യമായി പ്രവർത്തിക്കും. ബുദ്ധി കൂടും, ഓർമ്മശക്തി കൂടും. അതുകൊണ്ടാണ് വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തി 7-ാം വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ കാണാതെ പഠിച്ച് 10-ാം വയസ്സാകുന്നതിന്റെ മുമ്പ് മാലിക് തങ്ങളുടെ മുവത്ത ഷരീഫ് കാണാതെ പഠിച്ച് 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാടമുള്ള മഹാപണ്ഡിത ശ്രേഷ്ഠർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മുടെ ഡ്രസ്സ് വിശുദ്ധമാകുന്നോ തീർച്ചയായും നമുക്ക് ബുദ്ധി കൂടും. അപ്പൊ ഒരു മനുഷ്യനെ ഉപദ്രവിക്കും വിധത്തിൽ ശരീരത്തിൽ വൃത്തികേട് വരാൻ പാടില്ല, വസ്ത്രത്തിൽ പാടില്ല. അങ്ങനെയാണ് മുഅ്മിനിന്റെ ലക്ഷണം. ഇതാണ് അതിന്റെ ഒരർത്ഥം. അതല്ലാന്നുണ്ടെങ്കിൽ അത്തൊഹൂറു ശത്രുൽ ഈമാൻ, ഈമാൻ എന്ന് ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുളീഉ ഈമാനക്കും എന്ന് പറയുന്ന ഭാഗത്ത് എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നത് സ്വലാത്തുക്കും നിസ്കാരം, അതിന്റെ പകുതിയാണ് വുളു എടുക്കലാകുന്ന ശുദ്ധീകരണം. ഇങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. വിവിധ രീതിയിൽ വിശദീകരിക്കുന്ന എല്ലാ അർത്ഥവും അവിടെ ഒന്നിച്ചുദ്ദേശിക്കാനും പറ്റുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരീരവും പരിസരവും ശുദ്ധിയാവുക, അത് ഈമാന്റെ ഭാഗമാണ്. വുളു എടുക്കുക, അത് നിസ്കാരമാകുന്ന ഈമാൻ ശരിയാവാൻ ഭാഗമാണ്, ആവശ്യമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധിയും അതിൽ ഉൾക്കൊള്ളിക്കാം. അതുകൊണ്ട് ഹൗള്, പരിസരം, മൂത്രപ്പര ഒക്കെ ശുദ്ധിയാവണം. ഞാൻ ഈയിടെ കാടമ്പുഴ ഭാഗത്തൊരു പള്ളിയിൽ മൂത്രപ്പരയിലേക്ക് നിസ്കരിക്കാൻ കയറിയപ്പോൾ മൂത്രമൊഴിക്കേണ്ട ആവശ്യാർത്ഥം ചെന്നു. ഏറ്റവും സന്തോഷകരമായൊരു ബോർഡ് അവിടെ കണ്ടു. നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് തന്നെ ഇട്ട് മൂത്രപ്പരയിൽ പ്രവേശിക്കാവുന്നതാണ്. ഒരു സ്ഥലത്തും അങ്ങനെ കാണൂല. ഊരട ചെരുപ്പ് എന്നുള്ളതേ കാണുള്ളൂ. ഊരട ചെരുപ്പ് എന്നുള്ള ബോർഡ് വെക്കണമെങ്കിൽ ആരത് വെച്ചാലും, കമ്മിറ്റിക്കാരായാലും ഖത്തീബ് ഉസ്താദാണെങ്കിലും അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റും വിധം ശുദ്ധീകരിച്ച ബാത്റൂം വേണം, ചെരുപ്പുകൾ വേണം. വിവിധങ്ങളായ ഫംഗസും വൈറസും ഒന്നിച്ചു കൂടി കിടക്കുക, പാൻഡമിക് രോഗങ്ങൾ ഭീഷണിയായി നിൽക്കുക. ആ സമയത്ത് എപ്പോഴും ഈർപ്പത്തിൽ അഴുക്കും പിടിച്ച് പലരും ചവിട്ടിക്കേറിയ ചളിയൊക്കെ ആയിട്ട് കുറേ ഉഴന്ന ചെരുപ്പുകൾ, അതും പലരും യൂസ് ചെയ്ത് ഇനി പാകല്ലാന്ന് കരുതി ഒഴിവാക്കിയതൊക്കെ തലയും വെട്ടിയിട്ട് കൊടുന്നിടുക. ഇതല്ല പള്ളി കമ്മിറ്റിയുടെയും ഖത്തീബിന്റെയും ബാധ്യത. ശുദ്ധി പാലിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എത്ര മനോഹരമായ ബോർഡ്! നിങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് തന്നെ ഉപയോഗിച്ച് മൂത്രപ്പരയിലേക്ക് കയറാവുന്നതാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കും. നല്ല മൂത്രപ്പര, വളരെ വൃത്തികെട്ടൊന്നുമല്ല, പഴയ പോലെ പൊളിഞ്ഞടക്കണതൊന്നുമല്ല. നല്ല സൂപ്പർ മാർബിള് മാത്രം പതിച്ച് സൈഡും അടിയൊക്കെ മൊഞ്ചാക്കിയ മൂത്രപ്പര. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. അത് കഴുകാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. അല്ലാതെ പലപ്പോഴും നമ്മുടെ ചെരുപ്പ് മാറ്റി വെക്കുന്നു, എന്നിട്ട് ഈർപ്പം പിടിച്ച് ഫംഗസും വൈറസും നിറഞ്ഞു നിൽക്കുന്ന ചെരുപ്പ് ഇടുന്നു, എന്നിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് കഷ്ടിച്ച് വന്നിട്ട് നേരെ ഹൗദും കരയിലേക്ക് അങ്ങോട്ട് പോകുന്നു. ഈ ചെരുപ്പിൽ മൂത്രപ്പരയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കോമൺ ചെരുപ്പിൽ പലപ്പോഴും നജസ് ഉണ്ടാകും, പലപ്പോഴും നല്ല മിക്കവാറും നജസ് ഉണ്ടാവും. ആ നജസൊക്കെ കാലുമായി പ്രത്യേകിച്ച് നനഞ്ഞ് ഈർപ്പം പിടിച്ച് അതുവഴി അങ്ങനെ ഹൗദും കരയിലേക്ക് പോകുന്നു. ചില ആളുകൾ കഴുകുന്നു, മിക്കപേരും കഴുകുന്നു എന്ന് വെക്കുക. 3-4 ലൈന് പൈപ്പ് ഉണ്ടാകും. അപ്പൊ ഈ 1-ാം പൈപ്പും തന്നെ കഴുകുകയാണെങ്കിൽ ഏകദേശമൊക്കെ രക്ഷപ്പെടും. എന്നിട്ട് മൂപ്പരാളെ ഇതിലൂടെ ചവിട്ടി പോണത് എന്നറിയോ? 2-ാം പൈപ്പിലും 3-ാം പൈപ്പിലും കാലുകഴുകിയ ആള് ചവിട്ടിയ ആ നജസുള്ള പ്രതലത്തിലൂടെയാണ് ചവിട്ടി ഹൗദും കരയിലേക്ക് പോണത്. പിന്നെ അവളിങ്ങനെ പരന്നു കിടക്കുകയാണ്. ഓന് ഇഷ്ടപ്പെട്ട ടാപ്പിലേക്ക് അവൻ ചെല്ലും, അവിടെയൊക്കെ നജസ് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഒന്നെടുത്തൊരു സാധു അതുവഴി അങ്ങനെ പള്ളി കയറും.
ഇതെല്ലാം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുപോയ ചെരുപ്പന്നെ ഇടണം. അത് മനസ്സിലാക്കിയ മഹല്ല് കമ്മിറ്റിയെ കുറിച്ച് എനിക്കൊരു സന്തോഷം തോന്നി. കോഴിക്കോട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ലോറിൻ്റെ സമയപ്പോൾ ഒരു പള്ളി കയറി. അവിടെ ഉണ്ട് ഒരു മനോഹരമായ ബോർഡ്, ജമാഅത്തിനും അല്ലാത്തപ്പോഴും ഫാൻ ഉപയോഗിക്കാവുന്നതാണ്. ജമാഅത്തിനെ ഫാൻ ഉപയോഗിക്കാവെന്ന് പറയുന്ന ചില ബോർഡുകൾ ഭീഷണി. വേറെ ചിലയിടത്ത് പള്ളീൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാവും, അതുപോലെ ഏതെങ്കിലും ഒരു സാധു ഫാൻ ഇട്ട അപ്പം ഒന്നോട് ഓഫാക്കും. ഒരു മഹല്ല് എന്ന് പറഞ്ഞ ഒരാളാണോ? എല്ലാവരും കൂടി 3-4 ഫോണുണ്ട്. ആ ഫോണ് ജീവസുറ്റതായി നിലനിൽക്കാൻ എല്ലാ മാസവും എത്ര രൂപ അടക്കുന്നുണ്ട്? പള്ളിയുടെ വിശുദ്ധിയും പള്ളിയുടെ സംവിധാനങ്ങളും റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പണം കൂടുതൽ മഹല്ല് നിവാസികളിൽ നിന്ന് മേടിച്ച് സൗകര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ ഒരു തകരാറുള്ളത്? നന്നായിട്ട് വേനലിൽ നന്നായിട്ട് ചൂടുള്ള സമയത്ത് ഒരാൾ ഒറ്റക്കായി പോയി, അല്ലെങ്കിൽ ഔദ്യോഗിക ജമാഅത്തല്ല, ഒരു സംഘം വന്നു, ഒരു കാറിൽ ഒരു 5 പേര് വന്നു, ഒരാൾ മാമെന്ന് 4 മാമുമായി നിസ്കരിക്കുകയാണ്, ഔദ്യോഗിക ജമാഅത്തല്ല. ഫാൻ ഇടാൻ പറ്റൂല നിയമം. ഫാൻ എന്തിനാണ്? മനുഷ്യന് സന്തോഷം ഉണ്ടാവാനാണ്, നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടാനാണ്. ചൂടും പുകയായിട്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ ആ മഹല്ല് കമ്മിറ്റിക്കാർ എഴുതി വെച്ചിരിക്കുന്നു, ജമാഅത്തിനും അല്ലാത്തപ്പോഴും ആവശ്യമെങ്കിൽ ഫാൻ ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നജസിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത വേണം. നമ്മുടെ ഷാഫി മസലക്കനുസരിച്ച് നമ്മൾ അറിയാതെ പോലും ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ഉണ്ടാവാൻ പാടില്ല. ചില കുട്ടികളൊക്കെ മൂത്രമൊഴിക്കുന്നത് ടൈറ്റായ പാൻസ് ഇട്ട് അതിനുള്ളിൽ ഇന്നർ വെയറൊക്കെ ധരിച്ച് കഷ്ടപ്പെട്ട് മൂത്രമൊഴിച്ച് പിന്നീട് എഴുന്നേൽക്കുന്നതോടുകൂടെ ബാക്കി അവരുടെ ഡ്രസ്സിലൂടെ പോയി മായതല്ലാ. ചില ആളുകൾ കഴുകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മുട്ടുകാല് കുത്തിയിട്ടിരിക്കുന്നു. എന്നിട്ട് ആ കപ്പിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കൈയിട്ടിട്ട് ഈ മുട്ടുകാല് രണ്ടൊന്നും ഇങ്ങനെ അടുത്ത് അയമ്മം ചെയ്യണ പോലെ തുടക്കണ്, പിന്നെയും കൈയിടുന്നു, എന്നിട്ട് ആ വെള്ളം ഒഴിച്ചു വെക്കുന്നു. പിന്നെ ഒരു സാധു മനുഷ്യൻ ചെന്നിട്ട് ആ നജസായ കപ്പിൽ വെള്ളം എടുത്തിട്ട് അയാൾ ശൗചം ചെയ്യുന്നു. ഈ നനഞ്ഞ മുട്ടുംകാലുമായിട്ട് കാർപ്പറ്റിലേക്ക് വന്ന് നിസ്കരിക്കുന്നു. ഫാൻസ് ഇടരുത് എന്ന് നിയമമൊന്നുമില്ല. ഫാൻസ് നല്ലൊരു വസ്ത്രമാണ്, അവർത്തൊന്നും കാട്ടൂലല്ലോ, മടക്കി കുത്താൻ കഴിയില്ല ഫാൻസ്. പക്ഷെ മൂത്രമൊഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റും വിധം നജസ് ഫുള്ളായിട്ട് ക്ലിയറാകും പറ്റും വിധത്തിലുള്ള സംവിധാനങ്ങൾ എടുക്കണം. പള്ളിയിലൊന്നും സൗകര്യമല്ലേ, ചിലപ്പോൾ ഹോട്ടൽ എടുക്കേണ്ടി വരും. മൂത്രമൊഴിക്കാനും ശുദ്ധീകരിക്കാനും ഒന്ന് റീഫ്രഷ് ആവാനും ഹോട്ടൽ എടുക്കേണ്ടി വരും. അവരതിനായിട്ട് നിൽക്കില്ല, അവർക്കും കുറച്ച് പൈസ ഇട്ടട്ടെ. നിസ്കാരം ബാത്തിലാക്കൽ മാത്രമല്ല അവിടെ വരുന്നത്, ഹഴുതുങ്കര ബാത്തിലാക്കുന്നു എന്നല്ല. ഈ കാർപ്പറ്റുകളൊക്കെ എപ്പോഴെങ്കിലും കഴുകി വൃത്തിയാക്കാനേ പറ്റുള്ളൂ. അവിടെയൊക്കെ നജസ് പുരട്ടുന്നു, അവിടെ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരം ബാത്തിലാകുന്നു. ഒരു പരമ്പരയായ മഹാപാപം ഇങ്ങനെ തലക്ക് മുകളിൽ ശേഖരിക്കപ്പെടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഹോട്ടലെടുക്കുന്നത്. മൂത്രമൊക്കെ ഒഴിച്ച് റെഡിയായി ഒന്നുമൊക്കെ എടുത്തിട്ട് പള്ളിയിൽ പോവാം, അല്ലെ മൂത്രം ഒഴിക്കണ്ടെന്ന് വെക്കണം. അതല്ലെങ്കിൽ പള്ളിയിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കണം. മറയോടുകൂടെയുള്ള ഫാൻസൊക്കെ വേണ്ട വിധം നീക്കിയിട്ട് മൂത്രയിക്കാൻ പറ്റും വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഖബറിന്റെ അരികിലൂടെ നടന്ന വളരെ ആർദ്രമായ ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. ആ 2 പേരും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ വിചാരം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവിടുന്ന് വിശദീകരിച്ചു. അമ്മാഹദുഹുമാ വയംശി ഫിൻ നമീമ, ഒന്നാമത്തെ ആൾ നമീമത്തുമായി ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നയാളാ. രണ്ടാമത്തെയാളോ വേണ്ട വിധം മൂത്രമൊഴിച്ചാൽ ശുദ്ധീകരിക്കാത്തയാളായിരുന്നു. പള്ളിയിലേക്ക് നജസ് പുരളാൻ പാടില്ല. വിശുദ്ധമായ ഒരു സംഗതിയിലും നജസാവാൻ പാടില്ല. ഇപ്പോ നമ്മളൊരു മതഗ്രന്ഥം അതിൽ നജസ് പറ്റുമോ? ഇല്ല. നമ്മുടെ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഒരു വിശുദ്ധമായ ഗ്രന്ഥത്തിൽ, ഒരു ഫിഖഹിന്റെ കിതാബിൽ അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ കിതാബിൽ നജസ് പുരളാൻ പാടുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ നജസാക്കാൻ പാടുണ്ടോ? ബോധപൂർവ്വമാക്കിയ ഇസ്ലാം എന്ന് പുറത്തു പോകും. ബോധപൂർവ്വം അല്ലാതാകാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ കൈകൊണ്ട് നജസ് വരാൻ ഖുർആനിലെ ഒരു ആയത്തിനെ നമ്മളങ്ങനെ നജസിന് ഇട്ടെടുക്കാൻ പാടുണ്ടോ? ഇപ്പൊ കണ്ട ട്രെൻഡ്, അത് വ്യാപകമാകുന്ന ഒരു ട്രെൻഡാണ്. എല്ലാവരും കാറിന്റെ ബാക്കിൽ ഇങ്ങനെ ഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിക്കും. ഇത് ഏതോ ഒരു വിദേഹത്തുകാരൻ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് കേട്ടത്. വിദേഹത്തുകാരനാവട്ടെ, വിദേഹത്തുകാരനല്ലാത്ത നല്ലൊരു പണ്ഡിതനാവട്ടെ, ആര് പ്രോത്സാഹിപ്പിച്ചാലും കാറിന്റെ പിറകിൽ അതങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് സർവമാന കാക്കകൾക്കും വിസർജനം നടത്താനുള്ള സംവിധാനത്തിലേക്ക് ഈ ആയത്തിനെ മാറ്റിയാൽ അത് നിങ്ങൾ എന്തു ബർക്കത്ത് ഉദ്ദേശിച്ചാലും അതിന് വിരുദ്ധമായി പോകുമെന്നതിൽ തർക്കമില്ല. അതൊരു ട്രെൻഡ്. ലൈൻ ശക്കർത്തും ലാസീദന്നകും, അതോടെ എല്ലാ ബാധ്യതയും തീർന്നു.
സുബ്ഹാനല്ലാഹ് ചെല്ലണ്ട, പള്ളി വാഹനം ഓടിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ചെല്ലണ്ട, ബിസ്മില്ലാഹി തവക്കൽതു ഒന്നും വേണ്ട. എന്തേ? നന്ന ബാക്കിലുണ്ടല്ലോ, എല്ലാവരുടെയും ബാക്ക് കൊണ്ടുപോയി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. എന്നിട്ട് കാക്കകൾ ഇങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കുക. സാഹിത്യകാരന്മാരെ കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ. ആള് പറഞ്ഞു, ഉണ്ട്. അനേകായിരം കാക്കകൾക്ക് തൂറ്റൽ യജ്ഞം നടത്താൻ, മഹത്തായ തലമണ്ടകളിൽ അനുച്ഛേദനം ചെയ്യാൻ അവർ വേണമല്ലോ എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ഉണ്ടാവില്ല പ്രതിമകൾ, ഗാന്ധിജിന്റെ മറ്റേത് മറിച്ചതൊക്കെ. അതെന്തിനാ? കാക്കകൾക്ക് ഈ ഒരു യജ്ഞം നടത്താനാണ്. അത് അനച്ഛാദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? സാഹിത്യകാരന്മാർ വേണമെന്നാണ് ബഷീർ പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ. കുറെ ആൾക്കാർ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും ബഹുമാനിക്കപ്പെടേണ്ടത് ഏതും അങ്ങനെ തന്നെ കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ കാറിലൊട്ടിക്കേണ്ടു? കാറിലൊട്ടിക്കുകയാണോ? അതിലേക്ക് വിസർജനം, കാക്ക വിസർജനം പോലെയുള്ള നേഴ്സ് വരാതിരിക്കാൻ എന്ത് മാർഗമുള്ളത്? അത് സ്വീകരിക്കേണ്ടി വരും. ചിലപ്പോൾ കാറിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ വല്ല ഒരു കുട പോലത്തെ സാധനം ഉണ്ടാക്കി വെക്കേണ്ടി വരും. അത് പോറല്ലേ എന്നാണോ? അത് പോറൊന്നുമല്ല. പലപ്പോഴും കുട്ടിച്ചാത്തന്മാരും സ്പൈഡർമാനും ഒക്കെ ഇരിക്കണ കാണാറില്ലേ കാറിന്റെ ബാക്കിൽ മേലെ കയറിയിട്ട്? അത് തിരക്കടില്ല. കുട വെക്കണത് മോശമാണ്. എന്നാ വെക്കണ്ട റസൂൽ, എന്നാ വെക്കണ്ട ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാന്റെ റസൂൽ ഒരു ചെയ്താൽ മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബിദ്അത്താണ്, മതവിരുദ്ധാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലെ ആളുകളാണ് അത്ര ഇത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ കുതിരവണ്ടിയുടെ, കാളവണ്ടിയുടെ, ഒട്ടക വണ്ടിന്റെ ഒക്കെ ബാക്കിൽ എഴുതി വെച്ചിരുന്നല്ലോ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടക കട്ടിലിന്റെ ബാക്കിലൊക്കെ അതായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ ലെറ്ററായിട്ട് ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. വിശുദ്ധി വളരെ പ്രധാനമാണ്. പള്ളിയിൽ കയറാൻ പാടില്ല നജസ്. വിശുദ്ധമായ ഒരു സംഗതിയിലും നജസ് പാടില്ല. തസ്ബീഹ്മാലൊക്കെ ഇപ്പോൾ ഒരു വലിയ സംഭവം ഒന്നുമല്ല, ആണോ? നമുക്ക് തസ്ബീഹ്മാല തന്നെ വേണമെന്നില്ല, തസ്ബീഹ് ചൊല്ലാൻ. പക്ഷെ അതൊരു മതത്തിന്റെ സിംബലാണ്, ദിക്ർ ചൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് നജസാകാൻ പാടില്ല. നമ്മൾ ബഹുമാനിക്കേണ്ട ചില സംഗതി ഇല്ലേ? ഈ തൊപ്പി നിലത്ത് കിടക്കണ്, കാലുകൊണ്ട് എടുത്തേക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിംബലാ. എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചർമ്മം പോയി തൊപ്പിയിട്ടാൽ ആശാൻ ദുരവസ്ഥയിൽ ഇസ്ലാം ആയാൽ എന്നുള്ളതിന്റെ പര്യായം പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ്. ആർക്ക് ദേഷ്യം വന്നിട്ടും കാര്യമില്ല. അത് പൊടി കൂടുന്ന എഴുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളൊക്കെ ഇട്ടതുപോലെ ധരിച്ചതാന്നൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഇസ്ലാമിന്റെ സിംബലാണ്. ആശാന് വരെ അറിയാം ഇസ്ലാം ആവുക എന്നുള്ളതിന് പകരം അയാൾ പറയണത് തൊപ്പിയിട്ടാൽ എന്നാണ്. അപ്പൊ തൊപ്പിനെ അവഹേളിക്കും വിധത്തിലൊരു പ്രവർത്തനം നമ്മുടെ ഇന്ന് ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധി ഈ ശാരീരിക ശുദ്ധിയേക്കാളും അപ്രകാരം തന്നെ നമ്മുടെ പരിസരം, ഡ്രസ്സൊക്കെ ശുദ്ധിയാക്കുന്നതിനേക്കാളും നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണമാണ്. സത്യസന്ധമായ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. സത്യസന്ധമായ വിശ്വാസം, കൃത്യമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിശ്വാസം. അള്ളാഹു ആരാണ്? മനുഷ്യന്റെ പരിമിതികളിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരാൻ പറ്റുമോ? കയ്യും കാലും കാതും കണ്ണും മൂക്കൊക്കെ ഉള്ള അള്ളാഹു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഏഴാനാകാശത്ത് ഏതോ ഒരു സിംഹാസനത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ദൈവം എന്നല്ലാഹുവിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. വിശ്വാസം വിശുദ്ധമാവണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പലരും പറയാ ധാരാളം തെറ്റ് ചെയ്തായിരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡെയിലി 100 തെറ്റ് ചെയ്യുമായിരുന്നു എന്ന് എഴുതി വെച്ചവരുണ്ട് വിദേഹത്തുകാരുടെ കൂട്ടത്തിൽ. ഞാൻ പുസ്തകം ഒന്നും വായിച്ചിട്ട് സമയം എടുക്കണില്ല. ഈ സാഹസിലുള്ള ഒരാൾ പോലും ഡെയിലി 100 തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് 1% പോലും എനിക്കൊരു ധാരണയില്ല ആ വിഷയത്തിൽ. 50 തെറ്റ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ സഹസിൽ ഒരു ഡെയിലി 25 തെറ്റ് ചെയ്യുന്നവരുണ്ടോ? ഇല്ലാന്ന്. നമ്മളത്ര മോശക്കാരൊന്നുമല്ല. അള്ളാഹുവിന് റസൂലിന് ഇഷ്ടമുള്ളവരാണ് നമ്മൾ. പൂർവികരാവുന്ന മഹാന്മാരുടെ സച്ചരിതമായ ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ. ഇതിലാരാ ഡെയിലി 25 തെറ്റ് ചെയ്യുന്നവർ? ഇല്ല. എന്നിട്ടാണ് ലോകത്തിന്റെ നായകർ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി 100 തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് നബി തങ്ങൾ 100 വട്ടം ഇസ്തിഗ്ഫാർ നടത്താറുള്ളത് എന്നും. നോക്കുങ്ങൾ അവരോഹണക്രമത്തിലുള്ള ഗവേഷണം. എത്ര വൃത്തികെട്ട ഗവേഷണം അത്! നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പാപം ചെയ്തുകൊണ്ടല്ലേ? ഇവരെ തെളിവ് അനുസരിച്ച് അങ്ങനെ വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. നമ്മളൊരു ഭയങ്കര തെറ്റല്ല ചെയ്തത്, അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. നബി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പടച്ച റബ്ബിനോടുള്ള കടപ്പാട് തീരാനാണ്, ബന്ധം ഊഷ്മളമാവാനാണ്, പിന്നെയും ദറജ കൂടാനാണ്. അല്ലാതെ ഓരോ തെറ്റിനും ഓരോന്ന് വീതം 100 തെറ്റ് ഇങ്ങനെ തസ്ബീഹ്മാലെടുത്ത് ചെയ്യാം, ഓരോന്നിനും ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അങ്ങനൊന്നുമല്ല. വിസർജനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പറയണത് എന്താ? ഉഫ്രാനക്. അസ്തഗ്ഫിറുല്ലാഹിന്റെ വേറൊരു പ്രയോഗമാണത്.
വിസർജനം നടത്തുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായ മാരകമായ ഒരു അപരാധമാണോ? അത് പാപം തീരാനാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ മുത്തറസൂൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 തെറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ ഗവേഷണം നടത്തുന്ന വൃത്തികെട്ടവന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ യഥാർത്ഥ റസൂലിനെ വിശ്വസിക്കണം, ഒരു തെറ്റും ചെയ്യാത്തവർ. മഹാനായ ഇമാമിന ഗസാലി തങ്ങൾ മുസ്തസ്ഫയിലും മഹാനായ ഇമാമിന സുബ്ഖി തങ്ങൾ ജമ്മുൽ ജവാമിയിലൊക്കെ പറയുന്നത് പോലെ ചെറുതോ വലുതോ ആയ ദോഷങ്ങൾ ബോധപൂർവമോ മറന്നോ പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ ചെയ്യാത്തവരാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റെല്ലാ നബിമാരും. ഇതാവണം യഥാർത്ഥ വിശ്വാസം. അള്ളാഹുവിനെ കുറിച്ചൊക്കെ ഒരു മനുഷ്യന്റെ പരിമിതിയിലേക്ക് റബ്ബിനെ കൊണ്ടുവന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കഥ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ് മാരിയോ ജോസഫിനെ കുറിച്ച്. സുലൈമാൻ എന്ന പേരിൽ ഇപ്പം എല്ലാവരും കൂടെ ഇതുവരെ അയാൾ പറ്റിച്ച് ജീവിച്ചവരൊക്കെ അയാളുടെ തട്ടിപ്പുകളും അയാളുടെ ഉടായ്പും തിരിച്ചറിഞ്ഞപ്പോൾ ഇതേ ഭീകരൻ സുലൈമാൻ എന്നും പറഞ്ഞ് ഇപ്പം ആകെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അയാള് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തോട് നന്നായിട്ട് ദീന് മനസ്സിലാക്കണം എന്നൊരു പണ്ഡിതൻ അതിലൊരു കമന്റ് എഴുതിയപ്പോൾ അയാൾ അതിന് മറുപടി പറയുന്നൊരു വളരെ രസകരമായൊരു ഭാഗമുണ്ട്. പ്രിയ അബ്ദുസ്സലാം സഅദി, ഇതാരാണ് യഥാർത്ഥ ദൈവം? പിതാവാൻ കഴിവില്ലാത്ത, പുത്രനാകാൻ കഴിവില്ലാത്ത, സഹിക്കാൻ കഴിവില്ലാത്ത, മരിക്കാൻ കഴിവില്ലാത്ത, ഉയർത്തു എഴുന്നേൽക്കാൻ കഴിവില്ലാത്ത, നീതി നടപ്പാക്കാൻ കഴിവില്ലാത്ത, മനുഷ്യരൂപം എടുക്കാൻ കഴിവില്ലാത്ത, ആരും കാണാത്ത, ഇനി ആരോടും സംസാരിക്കാത്ത ഏതോ ഒന്ന്. ഈ ദൈവത്തിനെ വിശ്വസിക്കാനല്ല നിങ്ങൾ പറയണത്. അതല്ല, നമ്മളെ ദൈവം ഇങ്ങനെയൊക്കെയാണ് എന്നാണ്. എന്തൊരു പോഴത്തക്കാരനാണ് പടച്ച റബ്ബേ. കുറച്ചുകൂടെ പറയാലോ, വ്യഭിചാരിക്കാൻ കഴിവില്ലാത്ത, കള്ളു കുടിക്കാൻ കഴിവില്ലാത്ത, ആത്മഹത്യ ചെയ്യാൻ കഴിവില്ലാത്ത, അങ്ങനെ പറഞ്ഞൂടെ? ആ മനുഷ്യൻ ദൈവത്തിനെ പരിചയപ്പെടുത്താണ്. പുത്രനാവാൻ കഴിവുണ്ടാവണം ദൈവത്തിന്, പിതാവാൻ കഴിവുണ്ടാവണം. പിതാവും പുത്രനും ജനിക്കാനുള്ള അതിൻ്റെ ഇടയ്ക്ക് ചില സംഗതികളുണ്ട്, അതിന് കൂടി കഴിവുണ്ടാവണം എന്നായിരിക്കണം ഇയാൾ വിചാരിക്കണേ. മരിക്കാൻ കഴിവുണ്ടാവണം, ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുണ്ടാവണം, മനുഷ്യരൂപം എടുക്കാൻ കഴിവുണ്ടാവണം, കുറച്ചുകൂടി പറയാൻ ആത്മഹത്യ ചെയ്യാൻ കഴിവുണ്ടാവണം, കള്ളുടിക്കാൻ കഴിവുണ്ടാകണം, വ്യഭിചരിക്കാൻ കഴിവുണ്ടാവണം. ഒരു മനുഷ്യൻ അധപ്പതിച്ചതിൻ്റെ ആഴം നോക്കുങ്ങൾ. ഇത് ബൈബിൾ അനുസരിച്ച് ശരിയാണ്, അതുകൂടെ ആലോചിക്കേണ്ട നമ്മൾ. സർവശക്തനാണ് ദൈവം എന്നാണ് ബൈബിൾ പറയണത്. ഇങ്ങനത്തെ ദൈവത്തിന് അങ്ങനെയൊക്കെ പറ്റുമോ? ഇങ്ങനത്തെ ദൈവത്തിന് എന്ത് സർവശക്തിയാണ്? ഇരമ്യാവ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ. അതിൻ്റെ 32-ാം പേജിലെ 32-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം, അഹോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല, നീ സർവശക്തനാണെന്ന് പറയാണ്. ബൈബിളിൽ കാണുന്ന ദൈവത്തിന്റെ ചില പരിമിതികളൊക്കെ ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ 32-ാം അധ്യായത്തിൽ യാക്കോബുമായി തല്ലുകൂടിയിട്ട് തോറ്റുപോണ ദൈവത്തെ പറയുന്നുണ്ട്. മനുഷ്യര് ഏക രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവര് ദൈവത്തിന് ഭീഷണിയാവുമെന്ന് കരുതിയിട്ട് ദൈവം ഇറങ്ങി വന്ന് ഭാഷ ഭിന്നിപ്പിച്ച കഥ പറയുന്നുണ്ട്. ദൈവം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ വിശന്നിട്ട് പൊരിഞ്ഞിട്ട് കരയണതൊക്കെ പറയുന്നുണ്ട്. ഇതാണോ യഥാർത്ഥത്തെ ദൈവം? പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ശൂറയുടെ 11-ാമത്തെ വചനം, ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹുവിനെ പോലെ ഒരു സംഗതിയുമില്ല, ഒരു വസ്തുവില്ല, ഒരു വ്യക്തിയുമില്ല, ഒന്നുമേ ഇല്ല അള്ളാഹുവിനെ പോലെ. അതാവണം ദൈവം. അല്ല, മനുഷ്യന്റെ എല്ലാ പരിമിതികളും. പെറ്റാനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിഷന്നു, തീരെ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ദൂരെ ഇലയുള്ള ഒരു അത്തിമരം കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. ഇലയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിക്കുന്ന ദൈവം ആരാന്നറിയാവോ? അദ്ദേഹം പറയാണ്, സത്യനും നിത്യനും സ്നേഹവും കരുണയുമുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ കൂടെ ചേരാൻ ദൈവം പറഞ്ഞ കൽപ്പന ഇങ്ങനെയാണ്. യേശു ശിഷ്യരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. അപ്പൊ ദൈവത്തിന്റെ ആ യഥാർത്ഥ, ഇയാള് പറഞ്ഞ ആത്മഹത്യ ചെയ്യാനൊക്കെ കഴിവുള്ള, മരിക്കാൻ കഴിവുള്ള പല ജാതി സംഗതി നമ്മൾ വായിച്ചല്ലോ 2 പ്രാവശ്യം. അതിനൊക്കെ കഴിവുള്ള ദൈവം പറഞ്ഞ മാർഗ്ഗം ഇതാണെന്നാണ്. കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് ഒരാൾ ചെല്ലുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഞാൻ ആദ്യമേ ചെയ്യുന്നതാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ആ സമയത്ത് ഗുരു പറയുന്നത് എന്താണ്? നിന്റെ കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാണ്. മരിയ ജോസഫ് തയ്യാറുണ്ടോ? ഇപ്പൊ എന്താ കച്ചറയുടെ പ്രശ്നം?
ചാരിറ്റിയുടെ പേരിൽ കോടാനുകോടി വന്നപ്പോൾ അത് ഓഹരി വെക്കുന്നിടത്താണല്ലോ പ്രശ്നം. അത് രണ്ടു കൂട്ടരും പരസ്പരം പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും. അത് സംബന്ധമായി സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാജൻ സക്രിയനെ പോലുള്ളവരും അത് പറയുന്നുണ്ട്. ഈ പണം വന്ന് കുഞ്ഞുകൂടിയപ്പോൾ അതിൻ്റെ ഓഹരി തർക്കമാണ് ഇതിൻ്റെ പ്രധാന സംഗതി എന്ന്. എല്ലാം എടുത്ത് ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാ ദൈവം പറയുന്നുണ്ട്. മരിയ ജോസഫ് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഒന്ന്. രണ്ടാമതായി അദ്ദേഹം തുടർന്ന് പറയുന്നത് സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എത്ര ദുഷ്കരം. സമ്പന്നൻ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് എത്രയെന്നാണ്. സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കൂല എന്ന് പറയുന്ന ദൈവത്തെ അംഗീകരിക്കാൻ മരിയ ജോസഫ് റെഡിയാണോ എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്നരാകുന്ന ക്രൈസ്തവ സഹോദരന്മാർ റെഡിയാണോ എന്ന്. വിശുദ്ധമാവണം ദൈവവിശ്വാസം. മനുഷ്യന്റെ പരിമിതികളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരല്ല വേണ്ടത്. പിന്നെ ദൈവം ആരാണെന്ന് പഠിക്കണം എന്നാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് പഠിക്കണം എന്നാണ് ഈ ഫാദർ ആഹ്വാനം ചെയ്യണത്. ലളിതമായി അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടാലോ? യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കൊണ്ട് ജന്മാന്ധനായ ഒരാൾക്ക് കണ്ണ് ലഭിക്കുന്നു. ചളിയെടുത്തിട്ട് കുഴച്ചിട്ട് കണ്ണിൽ വെച്ചു കൊടുത്തിട്ട് കഴുകി വരാൻ പറയുന്നു. അതോടെ കണ്ണ് കാണുന്നു. ജൂതന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നമായി.